ഇവിടെ എല്ലാ സമയത്ത് ഞാനാണ് യൂഷ്വലി പ്ലേറ്റ് കഴുകുന്നത്. അത് എന്റെ ശീലമായി പോയി. ഞാൻ എല്ലാം കഴിച്ചാൽ ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് എല്ലാവരും അവരുടെ പ്ലേറ്റ് കഴുകുക എന്ന സംഭവമാണ്. ഞാൻ കഴുകാൻ പോകുമ്പോൾ സമ്മതിക്കില്ല, എടുത്തിട്ട് പോകും. ഇൻ കേസ് ഇത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ 2 ആൺമക്കളാണ്. അപ്പം മേബി അമ്മ കുഞ്ഞിലെ മുതൽ അത് അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുക. അവരും കഴിച്ച പ്ലേറ്റ് കഴുകുക, തുണികൾ നനച്ച് അമ്മ തരുന്നു, 2 ആൺമക്കളും അത് പോയിട്ട് വിരിച്ചിടുക. എല്ലാം അവർ തന്നെയാണ്, എല്ലാം അവർ തന്നെ ചെയ്യുന്നത്. അപ്പൊ അമ്മ ആസ് യൂഷ്വൽ തുണി കഴുകിയിട്ട് എന്നോട് പറയില്ല, അമ്മ കുഞ്ചു തുണി വിരിച്ചിടുന്നു പറയും. അപ്പൊ ഞാൻ പോയിട്ട് എടുക്കും. അപ്പൊ ഞാൻ പോയിട്ട് എടുത്തില്ലെങ്കിൽ കുഞ്ചു പോയിട്ട് ഇടുമ്പോ ഞാനോട് ചോദിച്ചിട്ട് തുണി ഇടുന്നു, ഞാൻ അപ്പൊ അതിനാണ് ഞങ്ങൾ വഴക്ക് കൊടുക്കുന്നത്. എനിക്ക് പണിയെടുക്കാൻ വേണ്ടി അതൊരു പാത്രം കഴുകുക അങ്ങനത്തെ സാധനങ്ങൾ. ഇങ്ങനെയുള്ള ടീമുകൾ പുരുഷന്മാരുടെ തലയിൽ വന്ന് കയറി കഴിഞ്ഞാൽ അത്ര സുഖമാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അങ്ങ് ചെയ്തിട്ട് വലിയ വലിയ ടാസ്കുകൾ നിങ്ങളുടെ തലയിലേക്ക് വെച്ച് തരും. ഞാൻ നിങ്ങളെ നോക്കി, ഞാൻ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു, എനിക്ക് വയ്യായേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവാദം മുഴക്കുന്ന ഒരു വലിയ മജോറിറ്റി ആൾക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിടിക്കുക. പ്ലേറ്റ് കഴുകും, തുണി വിരിക്കും, വീട് തൂത്തുവാരും. എന്നാൽ വീട് വെക്കണം, ലോൺ അടയ്ക്കണം, കാറ് വാങ്ങണം, ലോൺ അടയ്ക്കണം, ഫ്യൂവൽ അടിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും വലിയ ഇൻകം ജനറേഷനും അയാൾ തന്നെ ചെയ്യണം. മാടിനെ പോലെ പണിയെടുക്കണം. ഈ റിയലിലെ വ്യക്തിയെ കുറിച്ചിട്ടല്ല കേട്ടോ, അയാൾ പ്രൊഫഷണലി ഭയങ്കര അടിപൊളിയാണ്, അയാൾ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഏൺസ് ചെയ്യാത്ത ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ ചെയ്തിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ത്രീ, ആ ഒരു കോംബോ എത്ര ദുരന്തമായിരിക്കും. അങ്ങനെയുള്ളൊരു കോംബോ ഒക്കെ ആഗ്രഹിക്കരുത് പുരുഷന്മാർ. ഓടി അകന്നോണം. അതൊക്കെ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോണം. ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുമ്പോൾ പുരുഷന്മാരും കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ലീഗൽ ബോണ്ടിലേക്ക് പെട്ട് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾ പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് ഒരു പരിധിവരെ നിയമസഹായമൊക്കെ കിട്ടി, വീട്ടുകാരൊക്കെ കൂടെ ഉണ്ട്, പണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങളിൽ അവർക്ക് കുറേ ഗുണമുണ്ട്, അവർക്ക് അതിൽ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് മാറാം. പക്ഷേ പുരുഷന്മാരതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സമയവും ജീവിതവും എല്ലാം നശിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോവുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പാദസേവ ചെയ്യുന്ന ആളുകളല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെപ്പോലെ തന്നെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നാളെ വലിയൊരു പ്രശ്നമായിട്ട് വരും.